സീറ്റും കസാലൊക്കെ നമ്മുടെ ശരത്തിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോമോൻ ജോഷി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രശ്മി സജയനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വില്ലിനും അതുപോലെ തന്നെ ഈ സിനിമ എന്ന് പറയുന്ന സ്വപ്നത്തിന് ഒരു വലിയ ഞങ്ങൾക്കെല്ലാം താങ്ങായി നിന്നുകൊണ്ട് ഈ പടത്തിന്റെ നെടുന്തൂണായി ഇതിന്റെ ഈ ഒരു ജൂനിയേഴ്സ് ജേണിയുടെ നെടുന്തൂണായ സുല്ലേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. അവിടെ ഉണ്ടാകുന്ന ധിക്കാരങ്ങൾ കൊണ്ട് അവന് അടിപതറുകയാണ്. ആ സമയം അവൻ്റെ കൂടെയുള്ള ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഒപ്പുകൂടുകയും സ്നേഹം സൗഹൃദം എന്ന് പറയുന്നത് ഒരു അപകടം വരുമ്പോൾ ഒളിച്ചോടാനുള്ളതല്ല, മറിച്ച് ഒപ്പം കൂടെ നിർത്താനുള്ളതാണ് എന്ന സന്ദേശമാണ്. അതുപോലെ പ്രിയപ്പെട്ട ശരത് ഗോപാൽ, നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ സുഗത സുല്ലേട്ടൻ, പ്രിയപ്പെട്ട സൗമ്യ ഭാഗ്യൻ പിള്ളை നമ്മുടെ ഹൃദയപൂർവ്വത്തിൽ ഇപ്പോൾ വളരെ ഫെയിമായി നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ സംവിധായകൻ ആൻസൺ മാസ്റ്റർ, രഘുറാം എന്ന സിനിമയിൽ നായികയായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ള അതിശ്വ മോഹൻ, ഞങ്ങളുടെ ഞാൻ പ്രത്യേകം സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സരോജ ചേച്ചി ജോണി ചേട്ടനും എൻ്റെ കൂടെ ഈ സിനിമയുടെ എല്ലാ ഭാഗത്തും എൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് നിന്ന് നിൽക്കുന്നു. ഖാദർക്ക, അതുപോലെ രശ്മി സജയൻ ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്, സാഹിത്യകാരിയാണ്. അതുപോലെ ജോമോൻ ജോഷി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന് കേരള സംസ്ഥാന അവാർഡ് നേടി. ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു, അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പണ്ടാണ് കിട്ടിയത്, ഇപ്പോഴത്തെ അവാർഡ് വരാൻ പോണുള്ളൂ, അത് വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ഇതിൽ പാട്ട് പാടിയിട്ടുള്ള നമ്മുടെ സിനിമയിലും ഗാനം ആലപിച്ചിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഗഫൂർ, അദ്ദേഹം ഈ സിനിമയിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഗാനം. പിന്നെ ഞാൻ പരിചയപ്പെടും ഖാദർക്ക. അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജയൻ സാറിന്റെ മകൻ ശ്രീ മുരളി ജയൻ, അദ്ദേഹം നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഗീതിക, നമ്മുടെ രാഹുൽ ആന്റണി, നമ്മുടെ എല്ലാവർക്കും കുടുംബങ്ങളുള്ളവർക്ക് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും എല്ലാവരും വളരെ അറിയപ്പെടുന്ന താരങ്ങളാണ്. അപ്പൊ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും, പത്രമാധ്യമങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മോഷൻ പോസ്റ്റർ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുണ്ട്
നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മൈക്ക് എനിക്ക് ഭയങ്കര അലർജി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസിങ് ഒക്കെ വിട്ടേക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. മൈക്കൊക്കെ ഞാൻ എടുത്ത് കൈകാര്യം ചെയ്യും. ക്ഷമിക്കുക. അപ്പൊ എല്ലാവരുടെ അനുവാദത്തോട് നമുക്ക് റിലീസ് ചെയ്യാലോ. വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇടാൻ പോകണം. സ്റ്റാർട്ട്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഒരു സെക്കൻഡ് പ്രിയങ്കരനായിട്ടുള്ള ഡയറക്ടർ സൈനു ചാവക്കാടൻ എന്റെ സിനിമയ്ക്കൊപ്പം എന്റെ ആദ്യ സിനിമ എത്രത്തോളം ഈ സിനിമയിൽ ക്യാരക്ടർ ബേസ് ആയിട്ടുള്ള എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ നായിക സ്വപ്നമൊന്നും അല്ല ഈ സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ലൊരു കഥയുള്ളൊരു സിനിമയാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ഒരുപാട് ജൂനിയേഴ്സ് ജേർണി എന്നുള്ള പേര് പോലെ തന്നെ ഒരുപാട് ആ ഒരു ഏജിലുള്ള ഈ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ മേജർ ടൈമും സിനിമയിൽ കാണാൻ പോകുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള പല ക്യാരക്ടേഴ്സും നമ്മളൊക്കെ ലെജൻഡറി ആയിട്ട് കാണുന്ന സാറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ വേറെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ പ്രേക്ഷകരുടെ കൂടെയാണ്. കാരണം നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. അപ്പം അത് അഭിനയിച്ച് കഴിഞ്ഞു. എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊന്നും അതിന്റെ എക്സ്പീരിയൻസ് പറയാൻ വലിയ ഓർമ്മയില്ല. ഇത് കുറച്ച് നാളായി നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. ഷൂട്ടിംഗ് സമയമൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അത് മാത്രമല്ല ഇപ്പം ഇത് റിലീസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇനി പ്രേക്ഷകരാണ് ഇത് കാണുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, ഇതിനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിലും അതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും വെയിറ്റിംഗ് ആണ് സിനിമ റിലീസാവാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്നെ സുനിലേട്ടൻ ഏതോ കോമഡി ഷോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതിലേക്ക് വിളിച്ചത്. അഭിനയിക്കാൻ വന്നപ്പോഴാണെങ്കിലും ആൻസർ മാഷ് ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഭിനയിക്കുമ്പം ഞാൻ ചെന്ന് ചോദിക്കും ഒന്നും കൂടെ ചെയ്യട്ടെ, നമുക്ക് നല്ല കറക്റ്റായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തത് എങ്ങനെ ശരിയാണോ അല്ലെങ്കിൽ ഇനി എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളത് ആൻസർ മാഷ് നല്ല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം ഈ ഒരു സിനിമയിൽ ആരൊക്കെ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ആൻസർ മാഷിനാണ്. തമിഴിനാണ്, പകുതി മലയാളം തമിഴ് മിക്സ് ചെയ്തിട്ട് പറയുന്നതാണ്. പിന്നെ ഇതിലേക്ക് വരുന്നത് സുലേഖനെ വിളിച്ചിട്ട് ആണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഞാൻ 15 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത്. പിന്നെ എനിക്കാണ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ മാസ് സീൻസ് ഉള്ളത്. ഹീറോയിനേക്കാളും മാസ് സീൻസ് എനിക്കാണ്. അത്രയ്ക്കുള്ള ഒരു ബിൽഡപ്പുള്ളൊരു ക്യാരക്ടറാണ് കാർത്തിക് പറഞ്ഞത്. പിന്നെ നമ്മുടെ ടീം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നന്നായി വരും. നല്ലൊരു ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ചെറിയ സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നിങ്ങൾ ഓഡിയൻസ് കാണുക, നല്ല അഭിപ്രായം പറയുക. പിന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയ ടീംസിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഒരുപാട് മലയാളി സാന്നിധ്യമുള്ള ഒരു സിനിമയാണ്. അതെല്ലാവരും പറയുന്നത് നമ്മളത്തെ വ്യക്തിയെ കാണാനുള്ള ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഇത്രത്തോളം എളിമയുള്ള ഒരു മനുഷ്യനാവുന്നുള്ള ഒരു വലിയൊരു പാഠം തന്നെയാണ് ഇദ്ദേഹത്തിലുള്ള നിമിഷങ്ങൾ. അതേപോലെ ചേട്ടായി കോമഡി ക്യാരക്ടേഴ്സിൽ നിന്ന് മാറിയിരിക്കില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് ബ്രേക്ക് ചെയ്യാൻ ചെറിയൊരു കാര്യമില്ല. ഒരു സ്ട്രഗിൾ ചെറിയൊരു കാര്യമില്ല. പെർഫോമൻസ് ആണ് എനിക്ക് സ്ഥിര കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് കഥാപാത്രം കിട്ടണം അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ആഗ്രഹിക്കാൻ പറഞ്ഞില്ലേ, നമുക്കെപ്പോഴും ഒരു നടൻ നിലയ്ക്ക് അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നമ്മുടെ കാലശേഷവും അതിനെപ്പറ്റി ആളുകളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കഥാപാത്രം ചെയ്യാൻ എല്ലാ നടന്മാരുടെ ആഗ്രഹം. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു കൊമേഴ്ഷ്യൽ സ്പേസിൽ നിൽക്കുമ്പോൾ എനിക്കത് പറ്റില്ല, ഞാനിനി വില്ലൻ ചെയ്യില്ല, ഞാൻ കോമഡി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ തരത്തിലൊക്കെ ഡ്രോബാക്സ് വരും. അപ്പോൾ നമ്മൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ള ഇതാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്ക് ആഗ്രഹിക്കാൻ നമുക്ക് സ്വയം പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ആക്ടർ. ഞാൻ തിയേറ്ററിൽ നിന്ന് ഒരാളാണെങ്കിൽ ഞാൻ നാടകരംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്തരം സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്